നീ ഇത്തിരി മുണ്ടാണ്ടിക്ക്. ഞാൻ വേണ്ട എന്താ വെച്ച് ചെയ്യാ. ആര് വേണ്ട 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 വേണ്ട, നീ വെച്ചിട്ട് പോ. കുറെ നേരമായി. എന്താടാ സാജു, എന്ത് പറ്റി? എന്ത് പറയാനാണ് ആവശ്യം? ഒരു സമാധാനം തരില്ല. അവൾ ഇവിടെ ഉണ്ടെങ്കിലും സമാധാനം തരില്ല, അവൾ അവളുടെ വീട്ടിൽ പോയാലും സമാധാനം തരില്ല. ഇതിന് മാത്രം നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം? ഓരോരോ ബുദ്ധിമുട്ടുകൾ വരുമ്പോ സ്വർണം പണയം വെക്കാൻ തരും. തന്നു ഇപ്പൊ ഒന്നുമില്ല. എന്നെ കൊണ്ടാണെങ്കിൽ അത് എടുത്തു കൊടുക്കാനും കഴിഞ്ഞിട്ടില്ല. ഞാൻ എന്താ ചെയ്യുക? ഞാൻ അതല്ല അവൾക്കും കൂടി വേണ്ടിയിട്ട് ചെലവാക്കിയത്. അവളിപ്പോ ആ സ്വർണം വേണമെന്നാ പറയുന്നത്. വീട്ടിലെന്തെങ്കിലും പരിപാടി ഉണ്ടോ? എന്ത് പരിപാടി? അവൾക്ക് പേടി, ഇനി ആ സ്വർണം ഒരിക്കലും തിരിച്ചു കിട്ടില്ലല്ലോ വിചാരിച്ചിട്ട്. എന്നിട്ട് നീ എന്തെങ്കിലും വഴി കണ്ടിട്ടുണ്ടോ? എന്ത് വഴി? കുറച്ച് പൈസ എവിടെയെങ്കിലും കിട്ടുകയാണെങ്കിൽ അവളുടെ സ്വർണം എടുത്ത് അവളുടെ മുഖത്തെറിയണം. എന്നിട്ട് അതിനെ ഒഴിവാക്കി മനസമാധാനത്തോട് ജീവിക്കണം. അപ്പൊ നിന്റെ കുഞ്ഞുങ്ങളോ? അവരെന്ത് തെറ്റ് ചെയ്തടാ? സാജു, ഈ ലോകത്ത് പൊറുക്കാനോ തിരുത്താനോ കഴിയാത്ത ഒരു തെറ്റും ആരും തന്നെ ചെയ്തിട്ടില്ല. പക്ഷെ വാശിയാണ് എല്ലാത്തിനും കാരണം. ഭാര്യ ഭർത്താക്കന്മാരുടെ വാശി കാരണം എത്ര കുഞ്ഞുങ്ങളറിയോ വഴിയാധാരമാണ്. അവരുടെ എത്ര മനോഹരമായ ജീവിതം അറിയാം നഷ്ടപ്പെടുന്നത്. വിഷമിക്കണ്ടാ, നീ നിന്റെ കാര്യങ്ങളൊക്കെ അവളോട് പറഞ്ഞ് മനസ്സിലാക്കുക. എന്നിട്ട് നീ പോയി അവളെ കൂട്ടിയിട്ട് വാ. പരസ്പരം മനസ്സിലാക്കി തെറ്റുകളും കുറവുകളും ക്ഷമിച്ചുകൊണ്ട് ജീവിക്കുന്ന മാതാപിതാക്കൾ ഉള്ള വീടാണ് മക്കളുടെ സ്വർഗം. ആ സ്വർഗത്തിൽ ജീവിക്കാൻ നാഥൻ അനുഗ്രഹിക്കട്ടെ.